ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റിന് പിന്നാലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആത്മസുഹൃത്തിനെ കൂടി കസ്റ്റഡിയിലെടുത്ത ചോദ്യം ചെയ്ത് പ്രത്യേക അന്വേഷണ സംഘം വിട്ടയക്കുകയാണ്. പോറ്റി മാത്രമല്ല ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൃത്യമായി വിവരം ലഭിച്ചിട്ടുണ്ട്. പോറ്റിക്ക് പിന്നിൽ ഉന്നതരുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. പോറ്റിയുടെ പിന്നിലെ ആ ഉന്നതൻ ആര് എന്ന ചോദ്യത്തിനാണ് ഇനി ഉത്തരം ലഭിക്കേണ്ടത്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി തനിച്ചല്ല ഈ കളവ് ചെയ്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് വലിയ തുക പല പ്രമുഖർക്കും ലഭിച്ചിട്ടുണ്ട്. ആരെല്ലാമാണ് ഇതിന്റെ പിന്നിലെന്ന ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് പ്രത്യേക അന്വേഷണ സംഘമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒറ്റയ്ക്ക് ദ്വാരപാലക ശില്പത്തിലെ സ്വർണം ഉരുക്കി വിൽക്കാൻ കഴിയില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒറ്റയ്ക്ക് ഇത് മോഷ്ടിച്ചു കൊണ്ടുപോയി വിൽക്കാനുള്ള ത്രാണിയില്ല. പക്ഷേ അതിന് പിന്നിൽ വൻകിടക്കാരുടെ കൈകളുണ്ട്. ഉന്നത രാഷ്ട്രീയ ബന്ധമുള്ളവർ, ഉന്നത ഉദ്യോഗസ്ഥ ബന്ധമുള്ളവർ, ശബരിമലയുമായി അത്രയ്ക്ക് അടുപ്പമുള്ള ആളുകളുടെ പിന്തുണയോടുകൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കളവ് നടത്തിയിരിക്കുന്നത്. മനസ്സിലാക്കാൻ കഴിയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി തനിച്ചല്ല, അദ്ദേഹം പലർക്കും വേണ്ടിയിട്ടാണ് ഈ കളവ് നടത്തിയിരിക്കുന്നത്. മോഷണം മുതൽ വിറ്റുകിട്ടിയ പണം പലർക്കുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി പങ്കുവച്ചിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്നും കേരളീയ സമൂഹത്തിന് ഇനി അറിയാനുള്ളത് ആർക്കെല്ലാമാണ് മോഷണം മുതൽ വിറ്റ് കിട്ടിയ പണം പങ്കുവെച്ചതെന്നാണ്. ഏത് ഉന്നത രാഷ്ട്രീയക്കാരന്റെ പോക്കറ്റിലേക്ക് ഈ പണം പോയിട്ടുണ്ട്? എന്തായാലും ആ പണം പോയത് ഒരു കോൺഗ്രസ് നേതാവിന്റെ പോക്കറ്റിലേക്കല്ല എന്ന് കൃത്യമായി പറയാൻ സാധിക്കും. കാരണം 2016 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറി ഇന്നുവരെ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തിരിക്കുന്നത് മുഴുവൻ CPM-ന്റെ സഹയാത്രികരായ ഉദ്യോഗസ്ഥരാണ്. എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു അടക്കമുള്ളവർ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുകയാണ്. ദേവസ്വം കമ്മീഷണറായിരുന്ന എ വാസുവിനെ പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കി പ്രമോഷൻ നൽകി CPM-ന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം നിലവിലെ എ പത്മകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കി. കോൺഗ്രസിൽ നിന്ന് ഒരു രാത്രി പാർട്ടി മാറി CPM-ലേക്ക് എത്തിയ PS പ്രശാന്താണ് നിലവിലെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്. PS പ്രശാന്തിന്റെ സാമ്പത്തിക വളർച്ചയെ കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇതിനകം യൂത്ത് കോൺഗ്രസ് വിജിലൻസിന് പരാതി നൽകിയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്തരത്തിലൊരു മോഷണം നടത്തണമെങ്കിൽ അടിച്ചുവാരുന്ന ജോലി ചെയ്യുന്നവൻ ഉൾപ്പെടെ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകളുടെ വരെ പിന്തുണയില്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരപാലക ശില്പവും യോഗദണ്ഡും ശബരിമല സന്നിധാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല എന്നതിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം ഈ വിഷയത്തിൽ കാര്യക്ഷമമായ അന്വേഷണം നടത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് ലഭിക്കുന്ന കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മുഴുവൻ ഉന്നതരെയും ചോദ്യം ചെയ്യണം. ഇപ്പോൾ വലയിൽ വീണിരിക്കുന്നത് നത്തോലി മാത്രമാണ്. വമ്പൻ സ്രാവുകൾ നീന്തി തുടിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് പണത്തിന്റെ പങ്ക് ലഭിച്ചവർ, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് വിൽപ്പന നടത്താൻ പ്രചോദനം സൃഷ്ടിച്ചവർ, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരപാലക ശില്പം ഊരി നൽകി ആളുകൾ, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ ഉന്നതങ്ങളുമായി ബന്ധിപ്പിച്ച ആളുകൾ, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നിൽ ആരെല്ലാം ഉണ്ട്, ഏതെല്ലാം രാഷ്ട്രീയക്കാരുണ്ട്. നമ്മൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പല ചിത്രങ്ങളും പുറത്തു വന്നു. നിലവിലെ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവനും ഒത്തുള്ള ചിത്രം, മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഒത്തുള്ള ചിത്രം, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടെയുള്ള ചിത്രം, CPM രാഷ്ട്രീയത്തിലെ പല നേതാക്കന്മാരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒന്നിച്ചിരിക്കുന്ന ചിത്രമടക്കം പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉന്നത രാഷ്ട്രീയ നേതാക്കന്മാർ അറിയാതെ ഈ കാര്യത്തിൽ ശബരിമലയിൽ ഒരു ചുക്കും നടക്കില്ല എന്നതിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്തതിലൂടെ വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ പരിശോധിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിന്നിൽ ആരാണ്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വികാരം എന്താണ് എന്ന കാര്യം തിരിച്ചറിഞ്ഞ് അവരെ ചോദ്യം ചെയ്യണം. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എല്ലാ സഹായവും നൽകിയ, മോഷണത്തിന് വേണ്ട സഹായ സഹകരണങ്ങൾ നൽകിയ ആളുകളെ അന്വേഷണ സംഘത്തിന് പിടികിട്ടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഷ്ട്രീയത്തിന്റെ മുട്ടുപടമടഞ്ഞ, രാഷ്ട്രീയത്തിന്റെ മേലാങ്കി അണിഞ്ഞ ഈ ആളുകളെ തിരിച്ചറിഞ്ഞ് അവരെ അറസ്റ്റ് ചെയ്യണം. എന്തായാലും വൻകിട സ്രാവുകളുടെ പേരുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിട്ടുണ്ട്. അവരെ എന്ന് അറസ്റ്റ് ചെയ്യും, അവരെ അറസ്റ്റ് ചെയ്യാനുള്ള ത്രാണി അന്വേഷണ സംഘം കാണിക്കുമെന്നാണ് അറിയാനുള്ളത്.